വെൽക്കം ടു സ്റ്റുഡന്റ്. നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്സിലെ 7ാമത്തെ ചാപ്റ്റർ അഥവാ ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. സോ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർ ഉറപ്പായും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. കാരണം ആ ഒരു ബേസ് ഇല്ലെങ്കിൽ ഈ പാർട്ട് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. സോ അത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചിലർക്കൊരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് സ്റ്റുഡന്റ് ഇത്രയും ഡിലേ ആവുന്നത്, പബ്ലിക് എക്സാമിന് മുമ്പ് വീഡിയോസ് എല്ലാം ഇട്ട് തീർക്കുമെന്നൊരു സംശയം ഉണ്ടാവും. ഉറപ്പായും ആ സംശയം വേണ്ട. ഉറപ്പായും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് മുമ്പ് തന്നെ നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഇട്ട് തീർക്കും. സോ പബ്ലിക് എക്സാം എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്കൊരു അവകാശം കിട്ടും. ഇല്ലെങ്കിൽ മാർച്ച് 17 തുടങ്ങുന്ന പബ്ലിക് എക്സാമിന് മുമ്പ് തന്നെ നിങ്ങളുടെ വീഡിയോസ് എല്ലാം അതത് ടോപ്പിക്സിന്റെ അതത് സബ്ജക്ട്സിന്റെ വീഡിയോസ് ഉറപ്പായും നമ്മൾ ഇട്ട് തീർക്കുന്നതായിരിക്കും. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റഗ്രൽസ് ഓഫ് സം പെർട്ടിക്കുലർ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കുറച്ച് ടൈപ്സ് ഉണ്ട്. സോ വൃത്തിയായിട്ട് മനസ്സിലാക്കാം. ഓരോ ടൈപ്പിൽ നിന്നും ഈ 2 പ്രോബ്ലംസ് വെച്ചെങ്കിലും ഞാൻ മിനിമം ചെയ്തു നോക്കാം. സോ നമുക്ക് കുറച്ച് സമയത്തിന്റെ പരിമിതികളുണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ആദ്യത്തെ ടൈപ്പ് 1 ഈ ഒരു കൈൻഡാണ് നമുക്കുള്ളത്. ടൈപ്പ് 1 ഈ ഒരു കൈൻഡ് ഓഫ് ഫംഗ്ഷൻസ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ dx/x² - a² എന്ന് പറയുന്ന ഫോർമാറ്റിലാണെങ്കിൽ ആൻസർ എങ്ങനെയായിരിക്കും? 1/2a log of x - a / x + a + c എന്ന് പറയുന്ന ഫോർമാറ്റിൽ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഇതൊരു ഐഡന്റിറ്റി ആണ്, എളുപ്പത്തിൽ നമുക്ക് നോക്കാം. സോ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതാണ് ആൻസർ, ഇതാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഒരു ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് എല്ലാം പൂർണ്ണമായിട്ടും പോകും. സോ നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്റഗ്രൽ ഓഫ് dx/(x²) - 16. ഇന്റഗ്രൽ ഓഫ് dx/(x²) - 16. വൃത്തിയായിട്ട് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ ആകെയുള്ള വ്യത്യാസം. എന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ a² പകരം ഇവിടെ 16 ആണുള്ളത്. ശരിയല്ലേ? a² ഉള്ളവിടെ ഇവിടെ 16 ആണ്. അപ്പൊ എക്ക് എത്ര വരും? a = 4. ക്ലിയർ അല്ലേ? a² = 16, then a = 4. അതിന്റെ റൂട്ട് ക്ലിയർ. അപ്പൊ നമ്മുടെ ആൻസർ ഡയറക്റ്റ് ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 1/2a ആണ്. എക്ക് പകരം 4 എഴുതാലോ. സോ 2 × 4 log of x - a. അപ്പൊ x - 4 / x + 4 + c. ഡയറക്റ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ എഴുതാം. ഒരു കുഴപ്പമില്ല. ചോദ്യം വൃത്തിയായിട്ട് മനസ്സിലാക്കിയപ്പോൾ എ നമുക്ക് കിട്ടി. എ എടുത്തിട്ട് ആൻസറിൽ ഐഡന്റിറ്റി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡയറക്റ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് 1 മാർക്കേ വെയിറ്റേജ് ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. പക്ഷേ ഇതിൽ ഒരു പടി മുമ്പിലുള്ള കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യങ്ങൾ വരാം. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഫൈൻ. സോ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻസ് വരുന്ന പോലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ രണ്ടാമത്തെ ഒരു ചോദ്യം കുറച്ച് ഡിഫറെന്റ് ആണ്, കുറച്ച് ഡിഫിക്കൽട്ടും ആണ്. സോ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ക്വസ്റ്റ്യൻ sin x / 1 - 4 cos² x dx. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇത് ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഈ ഐഡന്റിറ്റിയുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് തോന്നും. പക്ഷെ നമുക്ക് ഈ ഐഡന്റിറ്റിയിലോട്ട് ഈ ചോദ്യത്തിനെ കൊണ്ടുവരാൻ പറ്റും ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ചെയ്താൽ. എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഡിനോമിനേറ്റർ എങ്ങനെയാണ് കിടക്കുന്നത്? x² - a² ഫോർമാറ്റിലാണോ കിടക്കുന്നത്? അല്ല. തീർച്ചയായും കണ്ടാൽ മനസ്സിലാവും x² - a² ഫോർമാറ്റിലല്ല കിടക്കുന്നത്. ഇവിടെ ഒരു 4 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. സോ അതിന് നമുക്ക് ആദ്യം തന്നെ പുറത്തെടുക്കാം അല്ലെ. ഡിനോമിനേറ്ററിൽ നിന്ന് 4 പുറത്തെടുക്കുക പറഞ്ഞാൽ ടോട്ടലി എന്ത് പുറത്തെടുക്കുന്ന പോലെയാണ്? 1/4 പുറത്തെടുക്കുന്ന പോലെയാണ്. സോ 1/4 ഓഫ് മുകളിലൊന്നും സംഭവിക്കില്ല. sin x അങ്ങനെ എഴുതൂ. താഴെ എന്താ ഉള്ളത്? 1 ന്ന് 4 പുറത്ത് പോവോ? 1 ന്ന് ഒരിക്കലും 4 പുറത്ത്. അതായത് 1 - 4 cos² x എന്ന് നമ്മൾ എന്ത് പുറത്തെടുക്കുകയാണ്? 4 പുറത്തെടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? 1 - 4 cos² x നമ്മൾ 4 പുറത്തെടുക്കുകയാണ്. സോ 1ന്റെ സ്ഥാനത്ത് എന്ത് വരും? 1/4 എന്ന് വരും. 4 cos² x എന്ന് എന്തും 4 പോയി എന്താവും? cos² x എന്നാവും. ഫൈൻ. മനസ്സിലാവുന്നുണ്ടോ? 1 - 4 cos² x എന്ന് 4 പുറത്തെടുക്കുന്ന സമയത്ത് 1 ന്ന് 4 നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. സോ എന്തായി മാറും? 1/4 ആയിട്ട് മാറും. 4 cos² x എന്ന് 4 പോയാൽ cos² x ആയിട്ട് മാറും. സോ ഫൈൻ. സോ ഡിനോമിനേറ്റർ എന്താവും? 1/4 - cos² x dx എന്നായി മാറും. ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇത് വൃത്തിയായിട്ട് മനസ്സിലാവണം. 1 ന്ന് എങ്ങനെ 4 പോകുന്നു പറഞ്ഞിരിക്കരുത്. 1 ന്ന് 4 പുറത്തെടുത്താൽ 1/4 ആയിട്ട് മാറും. ഫൈൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചതാണ്. t = cos x എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. t = cos x എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ d/dx of t = cos x ന്റെ ഡിഫറൻഷ്യൽ എന്താണ്? -sin x ആണ്. സോ dt/dx = -sin x. therefore ഇവിടെ എന്താ ഉള്ളത്? സോറി, ഇവിടെ dx ആണ്. സോ dt = -sin x dx.
നമുക്കറിയാം ഇവിടെ ഉള്ളത് sin x dx ആണ്, മൈനസ് ഇല്ല. സോ മൈനസ് ഡി ടി ഈക്വൽ ടു sin x dx നമുക്ക് എഴുതാം. മൈനസ് ഡി ടി ഈക്വൽ ടു sin x dx. sin x dx ന് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മൈനസ് ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos x ന് t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore 1/4 integral of minus dt divided by 1/2 whole square minus t square എന്ന് വരും. ഫൈൻ. എങ്ങനെയാണ് 1/2 ഹോൾ സ്ക്വയർ വന്നത്? നിങ്ങൾക്ക് അറിയാം. അതായത് 1/4 എന്ന് പറഞ്ഞാൽ 1/2 ഹോൾ സ്ക്വയറിന് ഈക്വൽ ആണ്. സോ 1/4 ന് പകരം 1/2 ഹോൾ സ്ക്വയർ എഴുതി. സോ 1/2 ഹോൾ സ്ക്വയർ മൈനസ് ടി സ്ക്വയർ എഴുതി. ക്ലിയർ അല്ലേ? ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഞാൻ മനസ്സിലാക്കി തരാം, കുറച്ചുകൂടി ക്ലിയർ ആക്കി തരാം. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു വെച്ചാൽ dx ഡിവൈഡഡ് ബൈ മൈനസ് dx ഡിവൈഡഡ് ബൈ x സ്ക്വയർ മൈനസ് a സ്ക്വയർ ആണ് ഉള്ളതെന്ന് വെക്കാം. നമ്മൾ ഡിനോമിനേറ്റർ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലുള്ള നെഗറ്റീവ്സ് ആയി പോകും. അതായത് dx ഡിവൈഡഡ് ബൈ a സ്ക്വയർ മൈനസ് x സ്ക്വയർ വേണമെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം. ക്ലിയർ ആവുന്നുണ്ടോ? ഡിനോമിനേറ്റർ ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്ററിലുള്ള നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് മാറും. മൈനസ് dx ഡിവൈഡഡ് ബൈ x സ്ക്വയർ മൈനസ് a സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? dx ഡിവൈഡഡ് ബൈ a സ്ക്വയർ മൈനസ് x സ്ക്വയർ എന്ന് എഴുതാം. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. 1/4 dt ഡിവൈഡഡ് ബൈ t സ്ക്വയർ മൈനസ് 1/2 ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ എഴുതി. ഓക്കെ, നമുക്കറിയാം ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? ഇതേ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. സോ ഞാൻ മുകളിലുള്ള സ്റ്റെപ്സ് എല്ലാം വായിച്ചിട്ട് നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് കിടക്കാം. നമുക്കറിയാം dx ഡിവൈഡ് x സ്ക്വയർ മൈനസ് a സ്ക്വയറിന്റെ ഫോർമാറ്റിലാണ് dt ഡിവൈഡ് ബൈ t സ്ക്വയർ മൈനസ് 1/2 ഹോൾ സ്ക്വയർ കിടക്കുന്നത്. സോ ഡയറക്റ്റ് ആയി ആൻസറിലോട്ട് കിടക്കാലോ. ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2a എഴുതുന്നതിന് 1/4 ഉണ്ട്. സോ 1/4 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a എത്രയാണ്? നമുക്കറിയാം ഇവിടെയുള്ള a ന്റെ വാല്യൂ 1/2 ആണ്. സോ 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1/2 log of x minus a divided by x plus a. ഇവിടെ x ന് പകരം t ആണ്. സോ t minus 1/2 divided by t plus 1/2 plus c എന്ന് വരും. ക്ലിയർ അല്ലേ? ഒരു വ്യത്യാസവും ഇല്ല. x ന്റെ സ്ഥാനത്ത് ഇവിടെ t ആയതുകൊണ്ട് t minus 1/2 divided by t plus 1/2 plus c എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വേറെ ഒരു വ്യത്യാസവും ഇല്ല. ക്ലിയർ? ദെൻ നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താലോ. 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള ടേംസ് t ക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? cos x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു 1/4 ഇൻറ്റു എന്ത് വരും? ഇത് 1 തന്നെയാണ്. സോ അത് ഒഴിവാക്കാം. സോ 1/4 log of t ക്ക് cos x minus 1/2 divided by cos x plus 1/2 plus c എന്ന് വരും. 2 നെ ഈ ബ്രാക്കറ്റ് മോഡുലസിനുള്ളത് നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താലോ. ഈക്വൽ ടു 1/4 log of ഇതിനെ ക്രോസ് ചെയ്ത് വെച്ചാൽ 2 cos x minus 1 whole divided by 2 divided by 2 cos x plus 1 whole divided by 2 എന്ന് വരും. പ്ലസ് c ക്യാൻസൽ ചെയ്തു. 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? ഈക്വൽ ടു 1/4 log of 2 cos x minus 1 divided by 2 cos x plus 1 എന്ന് വരും. പ്ലസ് c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഓരോ സ്റ്റെപ്പും എങ്ങനെയാ ചെയ്യാന്ന് മനസ്സിലാക്കുക. ഈ ഐഡന്റിറ്റിയിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം മാത്രം ഈ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അല്ലാതെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പിലോട്ട് കിടക്കാം. ആദ്യത്തെ ടൈപ്പ് പോലെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. നോക്കിയാൽ മനസ്സിലാവും. dx ഡിവൈഡഡ് ബൈ a സ്ക്വയർ മൈനസ് x സ്ക്വയർ ആണ്. ആദ്യത്തെ ടൈപ്പിൽ x സ്ക്വയർ മൈനസ് a സ്ക്വയർ ആയിരുന്നു. ഇവിടെ a സ്ക്വയർ മൈനസ് x സ്ക്വയർ ആണ്. ഈക്വൽ ടു 1/2a log of a plus x divided by a minus x plus c. ഇതാണ് നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് കാര്യം മനസ്സിലായി. ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. ഒരു ചോദ്യമേ ചെയ്യുന്നുള്ളൂ ഈ ഒരു ടൈപ്പിൽ. കാരണം ഇത് കഴിഞ്ഞ അതേ ടൈപ്പാണ്. വലിയ വ്യത്യാസമില്ല. ചെറുതായിട്ടുള്ള പ്ലസും മൈനസിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഒരു ചോദ്യം ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ 6 minus x square dx. ഇതാണ് ചോദ്യം. ഇന്റഗ്രൽ ഓഫ് 1 divided by 6 minus x square dx. ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും. ഇവിടെ a സ്ക്വയർ മൈനസ് x സ്ക്വയർ ആണ്. a സ്ക്വയറിന് പകരം r ആണ്. r ഏതിന്റെ സ്ക്വയർ ആണ്? r ഏതിന്റെ സ്ക്വയർ ആണ്? അല്ലെങ്കിൽ റൂട്ട് r എന്താണ്? നമുക്ക് അറിയില്ല. സോ നമ്മൾ എന്ത് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അതായത് dx ഡിവൈഡഡ് ബൈ √6 ഹോൾ സ്ക്വയർ മൈനസ് x സ്ക്വയർ എന്ന് എഴുതാം. കാരണം √6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 6 ആണ്. √6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 6 ആണ്. ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് 16 ആണെങ്കിൽ നമ്മൾ 4 എഴുതും. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ 4 ആണെങ്കിൽ നമ്മൾ 2 എഴുതും. പക്ഷേ 6 എന്ന് പറയുന്നത് റൂട്ട് ഇല്ലാത്തൊരു വാല്യൂ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ 6ന് നമ്മൾ എന്ത് എഴുതണം? റൂട്ട് ഇല്ലാത്തൊരു 6 ആണെങ്കിൽ നമ്മൾ അതിനെ √6 ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. മനസ്സിലാവുന്നുണ്ടോ? 4 ആണെങ്കിൽ 2 സ്ക്വയർ എന്ന് എഴുതി, 16 ആണെങ്കിൽ 4 സ്ക്വയർ എന്ന് എഴുതിയ സ്ഥലത്ത് 6ന് പകരം √6 ഹോൾ സ്ക്വയർ നമ്മൾ എഴുതണം. സോ 6ന് പകരം ഞാൻ എന്ത് എഴുതി? √6 ഹോൾ സ്ക്വയർ മൈനസ് x സ്ക്വയർ എന്ന് എഴുതി. ഇത് ഏത് ഫോർമാറ്റിലാണ്? ഈ ഫോർമാറ്റിൽ തന്നെയല്ലേ? സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 ഇൻറ്റു a ന്റെ സ്ഥാനത്ത് √6 log ഓഫ്
എ പ്ലസ് എക്സ്, എന്റെ സ്ഥാനത്ത് റൂട്ട് 6 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 6 മൈനസ് എക്സ് പ്ലസ് സി. വളരെ സിമ്പിൾ ആണ്. ഒരു സ്റ്റെപ്പ് മാത്രം നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആയാൽ മതി. ആറിന് എങ്ങനെ സ്ക്വയറിന്റെ ഫോർമാറ്റിൽ എഴുതും, ആറിന് നമ്മൾ എങ്ങനെ എഴുതുന്നു, റൂട്ട് 6ന്റെ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതുന്നു. വൃത്തിയായിട്ട് കാര്യം മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആണ് ഈ മെത്തേഡ്. ഞാൻ ഒരു പ്രോബ്ലം ചെയ്യുന്നുള്ളൂ, കാരണം ഞാൻ പറഞ്ഞു മുൻപിലുള്ള അതേ ടൈപ്പിന്റെ സെയിം ആണ്, ഡിക്റ്റോ ആണ്. ആകെ വ്യത്യാസം ഈ പ്ലസും മൈനസും. എ പ്ലസ് എക്സിന് പകരം അവിടെ എക്സ് മൈനസ് എ ആയിരുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു ടൈപ്പിൽ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ടൈപ്പിലോട്ട് കിടക്കാം. തേർഡ് ടൈപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ള ടൈപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ആണ്. കാരണം 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ എ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ പ്ലസ് സി. ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ പ്ലസ് സി. നമുക്ക് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഈ മെത്തേഡിൽ വരുന്ന ഒന്നാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 9 എങ്ങനെ ചെയ്യാം? ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 9 വളരെ സിമ്പിൾ ആണ്. എ സ്ക്വയറിന് പകരം ഇവിടെ ഉള്ളത് 9 ആണ്. എ സ്ക്വയറിന് പകരം ഇവിടെ ഉള്ളത് 9 ആണ്. വൃത്തിയായിട്ട് നോക്കിയാൽ മനസ്സിലാവും. സോ എ ഈക്വൽ ടു എന്ത് എഴുതാം? 3. എ സ്ക്വയർ ഈക്വൽ ടു 9 ആയത് കാരണം എ ഈക്വൽ ടു 3. ഡയറക്റ്റ് ആയിട്ട് ആൻസർ നോട്ട് ചെയ്താലോ? 1 ബൈ എ ആണ്. സോ 1 ബൈ 3 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 3 പ്ലസ് സി. ഒരു സ്റ്റെപ്പിൽ ആൻസർ എഴുതി. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു മാർക്കിന് വരാനായി ചാൻസ് ഉള്ളൂ. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 9 ആയതുകൊണ്ട് 9 നമുക്ക് എങ്ങനെ എഴുതാം? 3 സ്ക്വയറിന്റെ ഫോർമാറ്റ് എഴുതാം. സോ എ സ്ക്വയർ ഈക്വൽ ടു 9, എ ഈക്വൽ ടു 3. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഈ മെത്തേഡിലുള്ള രണ്ടാമത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ഓഫ് dx divided by 9x square plus 16 എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇവിടെ 9x സ്ക്വയർ ആണ്, എ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇവിടെ 16 ആണ്. എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമുക്ക് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യൻസ് ഒന്നും പാടില്ല. ഇവിടെ 9 ഉണ്ട്. സോ 9 നമുക്ക് പുറത്തെടുക്കാം. സോ എന്താ ചെയ്യാ? 1/9 നമ്മൾ പുറത്തെടുത്തു. ഇന്റഗ്രൽ ഓഫ് dx divided by 9x സ്ക്വയർ 9 പോയാൽ x സ്ക്വയർ എന്ന് വരും. 16 9 പോയാൽ 16 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. സോ 1/9 ഇന്റഗ്രൽ ഓഫ് dx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 16/9 നമുക്ക് എന്ത് എഴുതാം? 4/3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 4/3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. 16/9 4/3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പൊ ഏത് ഫോർമാറ്റിൽ വന്നു? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ഫോർമാറ്റിൽ വന്നില്ലേ? ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലോട്ട് കിടക്കാലോ? ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആൻസറിലോട്ട് കിടക്കുകയാണ്. therefore 1/9 മറക്കരുത്, 1/9 ഇടാൻ മറക്കരുത്. ഇൻറ്റു 1/a, എന്റെ സ്ഥാനത്ത് 4/3 ആണ്. സോ 1 ഡിവൈഡഡ് ബൈ 4/3 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 4/3 പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, അതർവൈസ് സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 3 മുകളിൽ പോകും. സോ 1/9 ഇൻറ്റു 3/4 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 4/3 പ്ലസ് സി. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് വെച്ചാൽ ഇത് 3 ടൈംസ് പോകില്ലേ? സോ ഈക്വൽ ടു 1/12 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 4/3 പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? സോ ഇതിന്ന് 9 പുറത്തെടുക്കുമ്പോൾ 16 9 പുറത്തെടുക്കണം. സോ 16/9 എഴുതണമെന്ന് നിങ്ങൾ ആരും മറക്കരുത്. നമുക്ക് നമ്മുടെ നാലാമത്തെ ടൈപ്പിലോട്ട് കിടക്കാം. ഫോർത്ത് ടൈപ്പ്, അതായത് ഇതിന്റെ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറും എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറും പഠിച്ചു. പക്ഷെ ഇവിടെ പ്രത്യേകതയുണ്ട്. റൂട്ടിനകത്താണ് എക്സ് സ്ക്വയറും എ സ്ക്വയറും കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോഗ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മോഡുലസ് ക്ലോസ് ചെയ്യാം പ്ലസ് സി. ക്ലിയർ അല്ലേ? സോ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇതാണ് ഫോർമാറ്റ്. സോ നമുക്ക് അത് ആ ഒരു ടൈപ്പിലുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഒരു ചോദ്യം, ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4x സ്ക്വയർ മൈനസ് 1 dx എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇത് സോൾവ് ചെയ്യാം? വൃത്തിയായിട്ട് മനസ്സിലാക്കാം. ഒരു കുഞ്ഞു ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ 4x സ്ക്വയർ ആണ്. സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റിക്കകത്ത് എക്സ് സ്ക്വയർ ആണുള്ളത്. സോ 4x സ്ക്വയർ നമുക്ക് എങ്ങനെ എക്സ് സ്ക്വയറിന്റെ ഫോർമാറ്റിലാക്കാം? 4നെ റൂട്ടിൽ നിന്ന് പുറത്തെടുക്കാം. 4നെ റൂട്ടിൽ നിന്ന് പുറത്തെടുത്താൽ എന്താവും? നമുക്കറിയാം റൂട്ട് 4 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. സോ 4നെ റൂട്ടിൽ നിന്ന് പുറത്തെടുത്താൽ എന്താ കിട്ടുക? 2 ആണ് കിട്ടുക. സോ 1/2 ഇന്റഗ്രേഷനെ ഞാൻ പുറത്തെടുക്കുകയാണ്. 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1/1 നിന്ന് 4 എടുക്കാൻ പറ്റുമോ? ഇല്ല. സോ 1/4 വരും. എക്സ് സ്ക്വയർ മൈനസ് 1/4 dx എന്ന് വരും. റൂട്ട് ഇടാൻ മറക്കരുത്. റൂട്ട് പ്രോപ്പർ ആയിട്ട് തന്നെ റൂട്ട് ഇടണം.
ദെൻ നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാം. സോ 1/2 integral of 1 divided by root of x square minus 1/2 whole square എന്ന് എഴുതാം. x square minus 1/2 whole square എന്ന് എഴുതാം. ഇപ്പൊ ഏത് ഫോർമാറ്റിൽ കിട്ടി? ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് കിട്ടി. ദെൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാലോ. ഈക്വൽ ടു 1/2 log of x plus root of x square minus a square ന്റെ സ്ഥാനത്ത് എന്ത് വരും? 1/2 എന്ന് വരും. സോ 1/2 whole square plus c. വൃത്തിയായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഈ 1/2 എവിടെ നിന്ന് വന്നു? ഈ 1/2 നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്ത 1/2 ആണ്, അല്ലാതെ നമ്മുടെ ഐഡന്റിറ്റിക്കകത്ത് 1/2 ഇല്ല, മറന്നു പോകരുത് കേട്ടോ. സോ ഈക്വൽ ടു 1/2 log of x plus root of x square minus 1/4 plus c. 1/2 whole square എന്ന് പറയുന്നത് 1/4 ആണ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഓരോ മോഡലിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് കൈൻഡ് ആണോ ചോദ്യം വന്നിരിക്കുന്നത് ആ മെത്തേഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് ഇവിടെ 5ാമത്തെ ടൈപ്പിലോട്ട് എടുക്കാം. 5ാമത്തെ ടൈപ്പിന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റഗ്രൽ 1 divided by root of a square minus x square dx equal to sin inverse of x by a plus c. മുൻപിൽ tan inverse ആയിരുന്നു, ഇവിടെ sin inverse ആണ്. രണ്ടും കൂടി കൺഫ്യൂസ് ചെയ്യരുത്. ചോദ്യത്തിലോട്ട് കിടക്കാം. ഈ ഫോർമാറ്റ് വരുന്ന ചോദ്യം integral of 1 divided by root of 25 minus 100x square dx. 25 minus 100x square dx. ഈ 125 കണ്ടൊന്നും പേടിക്കരുത്, വളരെ സിമ്പിൾ ആണ്. a square minus x square അതേ ഫോർമാറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. x squareന്റെ ഒപ്പം ഒരു 100 ഉണ്ട്. സോ 100നെ റൂട്ടിൽ നിന്ന് പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. 100നെ റൂട്ടിൽ നിന്ന് പുറത്തെടുത്താൽ നമുക്ക് 10 കിട്ടും. സോ 1/10 ഞാൻ പുറത്തെടുക്കുകയാണ്. ഈക്വൽ ടു 1 divided by root of 25 divided by 100 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. 100നെ ഞാൻ പുറത്തെടുക്കുകയാണ്. 25 100 പോയാൽ 25/100 എന്നാണ് നമ്മൾ എഴുതുക. മൈനസ് 100x square എന്ന് 100 പോയാൽ എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? സോ ഇതിന് ഞാൻ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതിട്ട് 1 divided by 10 ഇന്റഗ്രൽ 1 divided by root of 25 divided by 100 നമുക്ക് എങ്ങനെ എഴുതാം? 5/10 whole square എന്ന് എഴുതാം. മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. 5/10 whole square മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. കുറച്ചുകൂടി നമുക്ക് സിംപ്ലിഫിക്കേഷൻ, ഈ അടുത്ത് കുറച്ചുകൂടി സിംപ്ലിഫിക്കേഷനോടാണ് കിടക്കുകയാണ്. 5/10 നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം അല്ലേ? സോ 1/10 ഇന്റഗ്രൽ ഓഫ് 1 divided by root of 5/10 പകരം 1/2 1/2 whole square മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി. 1/2 whole square മൈനസ് എക്സ് സ്ക്വയർ. ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? സൈൻ ഇൻവേഴ്സിന്റെ ഫോർമാറ്റിലല്ലേ? സോ 1/10 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് സി ഈക്വൽ ടു 1/10 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് വേണമെങ്കിൽ 2x പ്ലസ് സി എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ഇൻഡപ്പ് ചെയ്താലും ശരിയാണ്. വൃത്തിയായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. 1/10 എഴുതാൻ മറക്കരുത്. ഇവിടെ 1/10 പുറത്തെടുത്തിട്ട് അതിനുശേഷം സൈൻ ഇൻവേഴ്സ് മാത്രം എഴുതിയാൽ പോരാ, ഈ 1/10 കൂടി അതിന്റെ ഒപ്പം നമ്മൾ എഴുതിയിരിക്കണം. സോ 1/10 ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 1/2 പ്ലസ് സി എന്ന് എഴുതാം. വേണമെങ്കിൽ ഈ 2നെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോയിട്ട് 2x പ്ലസ് സി എന്ന് എഴുതിയാലും തെറ്റില്ല. നമ്മൾ അടുത്ത ടൈപ്പിലോട്ട് കിടക്കാം. 6ാമത്തെ ടൈപ്പ്. ഇപ്പൊ തന്നെ പലർക്കും കൺഫ്യൂഷൻ ആയി തുടങ്ങിയിട്ടുണ്ടാകും, കാരണം ഒരു 6 ടൈപ്പ് ഡിഫറെന്റ് ഫോർമുലാസ് ആണ് ഉപയോഗിക്കുന്നത്. സോ 2-3 തവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈപ്പുകളെല്ലാം ഓക്കെ ആയിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒരു പേജ് എടുക്കുക. ഒരു ബ്ലാങ്ക് പേജ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഫോർമാറ്റും അതിന്റെ ആൻസറും 2 കോളംസ് ആയിട്ട് എഴുതാം. സോ 6 ടൈപ്പിന്റെ ജസ്റ്റ് എങ്ങനെ വരും? ഒരു 6 ഫോർമുലാസ് മാത്രമേ വരുള്ളൂ. സോ 6 ഫോർമുലാസും പക്കയായിട്ട് വെക്കാം. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഈ ഒരു ടൈപ്പ് റിലേറ്റ് ചെയ്ത ചോദ്യമാണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഇന്റഗ്രൽ ഓഫ് dx divided by root of 9x square plus 49. ഇന്റഗ്രൽ ഓഫ് dx divided by root of 9x square plus 49 ആണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം ഇവിടെ x സ്ക്വയറേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 9നെ പുറത്തെടുക്കണം. 9നെ റൂട്ടിൽ നിന്ന് പുറത്തെടുത്താൽ √9 = 3 ആണ്. സോ 1/3 ആണ് നമ്മൾ പുറത്തെടുക്കുക. 1/3 ഇന്റഗ്രൽ ഓഫ് dx divided by root of x square plus 49 9 പുറത്തെടുക്കാൻ പറ്റുമോ? ഇല്ല. സോ 49 divided by 9 എന്നാണ് നമ്മൾ എഴുതുക. ക്ലിയർ അല്ലേ? സോ 1/3 ഇന്റഗ്രൽ ഓഫ് dx divided by root of x square plus 49/9 നമുക്ക് എങ്ങനെ എഴുതാം? 7/3 whole square എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? 7/3 whole square എത്രയാണ്? 7ന്റെ സ്ക്വയർ 49, 3ന്റെ സ്ക്വയർ 9. സോ 7/3 whole square എത്രയാണ്? 49/9 ഈക്വൽ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ കിട്ടിയില്ലേ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ഫോർമാറ്റിൽ കിട്ടിയില്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 7/3 whole square. അപ്പൊ ആൻസറിലോട്ട് കിടക്കാലോ. ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ്
x square plus a square equal to 7/3 whole square plus c. ക്ലിയർ ആവുന്നുണ്ടോ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 7/3 മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരു കൺഫ്യൂഷനും ഇടവരുത്തരുത്. വൃത്തിയായിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉത്തരം എഴുതാം. അടുത്തത് നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊരു ചോദ്യമാണ്. പലതവണ പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ് നോക്കാൻ പോകുന്നത്. 1 ഡിവൈഡഡ് ബൈ x സ്ക്വയർ മൈനസ് 6x പ്ലസ് 13. ഇതാണ് നമ്മുടെ ചോദ്യം. ഇത് കാണുമ്പോൾ നമുക്ക് ഏത് ഐഡന്റിറ്റി വൈസ് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഐഡന്റിറ്റീസ് എല്ലാം നമ്മൾ പഠിച്ചത് x സ്ക്വയർ മൈനസ് a സ്ക്വയർ അല്ലെങ്കിൽ a സ്ക്വയർ മൈനസ് x സ്ക്വയർ a സ്ക്വയർ പ്ലസ് x സ്ക്വയർ ആ ഒരു രീതിയിലാണ് പഠിച്ചത്. ഇത് ഏതുമായിട്ട് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഡിനോമിനേറ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. സോ ആ രീതിക്ക് നമുക്കൊന്ന് മാറ്റി എഴുതിയാലോ. എന്റെ സ്ഥാനത്ത് x ആണ്. സോ x മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. എന്റെ സ്ഥാനത്ത് ഇവിടെ x സ്ക്വയർ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ എന്ത് എഴുതാം? x സ്ക്വയർ മൈനസ് 2xb പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. x സ്ക്വയർ മൈനസ് 2xb പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. വൃത്തിയായിട്ട് മനസ്സിലാക്കിക്കോട്ടാ. സോ ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? 6x ഉം ഇവിടെ 2xb രണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്യാലോ. സോ 6x ഈക്വൽ ടു 2xb. therefore 6 ഈക്വൽ ടു 2b, b ഈക്വൽ ടു 6/2 ഈക്വൽ ടു 3. അപ്പൊ നമുക്ക് b എത്ര കിട്ടി? 3 എന്ന് കിട്ടി. b യുടെ വാല്യൂ 3 എന്ന് കിട്ടി. ഡയറക്റ്റ് ആയിട്ട് ഇതിനെ ആ രീതിയിൽ മാറ്റിയാലോ? മാറ്റി എഴുതാം. സോ ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ x മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ. സോ x മൈനസ് 3 ഹോൾ സ്ക്വയർ. x മൈനസ് 3 ഹോൾ സ്ക്വയറിന്റെ ആൻസർ എന്താണ്? x മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു x സ്ക്വയർ മൈനസ് 2x ഇൻറ്റു 3 പ്ലസ് 3 സ്ക്വയർ എന്നാണ് വരിക. ഈക്വൽ ടു x സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 എന്നാണ് വരിക. ശരിയല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 13 ആണ് ഉള്ളത്. 9 പകരം ഇവിടെ ഉള്ളത് 13 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? മാറ്റണം. സോ എന്ത് ചെയ്യാം? x മൈനസ് 3 ഹോൾ സ്ക്വയർ എഴുതണമെങ്കിൽ പ്ലസ് 9 വേണം. സോ ഈ ഒരു ഇക്വേഷനെ തന്നെ ഞാനൊന്ന് മോഡിഫൈ ചെയ്യാണ്. അതിനു മുമ്പ് ഇത് എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്തിട്ട് ചെയ്യാം. സോ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 മൈനസ് 9 പ്ലസ് 13 എന്ന് മാറ്റി. ക്ലിയർ ആവുന്നുണ്ടോ? കാരണം ഞാനിവിടെ ഒരു പ്ലസ് 9 മൈനസ് 9 ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം എന്താന്ന് പറഞ്ഞുതരാം. ഈ ഒരു ഫോർമാറ്റിൽ എഴുതണമെങ്കിൽ എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയറിന്റെ ഫോർമാറ്റിൽ എഴുതണമെങ്കിൽ ഒരു 9 ആവശ്യമുണ്ട്. ഇവിടെ 9 ഇല്ല. സോ ഞാനൊരു 9 ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്ലസ് 9 എഴുതി. വെറുതെ നമുക്ക് പ്ലസ് 9 എഴുതാൻ പറ്റുമോ? പറ്റില്ല. സോ അതിന്റെ കൂടെ തന്നെ ഞാൻ മൈനസ് 9 കൂടി എഴുതി. ദെൻ ഓൾറെഡി ഉള്ള 13 അങ്ങനെ തന്നെ എഴുതി. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ഫോർമാറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലസ് 9 എഴുതിയിരിക്കുന്നത്. പല രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാലും ഇതേ മെത്തേഡിൽ തന്നെ സോൾവ് ചെയ്യാം കേട്ടോ. സോ പ്ലസ് 9 ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ dx മറക്കരുത്. ഈ ഒരു ഇതിനെ മുഴുവനായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? x മൈനസ് 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് 9 പ്ലസ് 13 മൈനസ് 9 പ്ലസ് 13 ക്ലിയർ അല്ലേ? ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ x മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. 1 ഡിവൈഡഡ് ബൈ x മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 4 എന്ന് വരും dx. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ നമുക്ക് അടുത്ത സ്റ്റെപ്പുകളിലോട്ട് കടക്കാം. സോ ബാക്കിയുള്ള സ്റ്റെപ്പുകളിലോട്ട് കടക്കാം. ഈ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ ആക്കി എഴുതാം. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. സോ ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ x മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ dx. x മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ dx. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഏത് ഐഡന്റിറ്റിക്ക് ഈക്വൽ ആണ്? ഇന്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ x സ്ക്വയർ പ്ലസ് a സ്ക്വയറിന് ഈക്വൽ ആണ്. ഇതിന്റെ ഐഡന്റിറ്റി എന്താണ്? 1/a tan inverse of x by a plus c ആണ്. 1/a tan inverse of x by a plus c ആണ് നമുക്ക് ഇതിന്റെ ഐഡന്റിറ്റി എന്ന് നമുക്കറിയാം. സോ അതേ ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. സോ ഡയറക്റ്റ് ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ ഇന്റഗ്രൽ വേണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലോട്ട് തന്നെ കിടക്കാം. ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ a ന്റെ സ്ഥാനത്ത് കിടക്കുന്നത് 2 ആണ്. സോ 1/2 tan inverse of x ന്റെ സ്ഥാനത്ത് x മൈനസ് 3 x മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് c എന്ന് വരും. x മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് c എന്ന് വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നത് നമ്മൾ മുൻപ് പഠിച്ച ഐഡന്റിറ്റിക്ക് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഐഡന്റിറ്റിന്റെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 tan inverse of x മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് c. ഇതെങ്ങനെയാണ് വന്നത്? എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ x മൈനസ് 3 ആണ്, എന്റെ സ്ഥാനത്ത് ഇവിടെ 2 ആണ്. സോ അതുകൊണ്ടാണ് ഈ ഫോർമാറ്റിലോട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് എഴുതിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാം. അത് ചോദിക്കുന്നത് 3 മാർക്കിനാണ്. സോ 3 മാർക്ക് മിസ് ചെയ്ത് കളയരുത്. വൃത്തിയായിട്ട് തന്നെ ഈ മോഡലുള്ള ചോദ്യങ്ങൾ പഠിക്കാം. നമുക്ക് ഈ ചാപ്റ്ററിലുള്ള നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കിലോട് കിടക്കാം. ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ലിമിറ്റ് എല്ലാം വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ ലിമിറ്റ് ഒന്നും അറിയാത്തവർക്ക് ഈ ഒരു ടോപ്പിക് വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ, എങ്ങനെയാണ് ലിമിറ്റ് നമ്മൾ ഇന്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കാം.
സോ നമുക്ക് നേരിട്ട് തന്നെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ഡിലേ ആക്കുന്നില്ല, ഒട്ടും ഡിലേ ആക്കുന്നില്ല. ഇത് ബേസ് ചെയ്ത ചോദ്യങ്ങളിലോട്ട് തന്നെ നമുക്ക് കിടക്കാം. സോ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഈ ലിമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 0 to 1 ആണ് നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. ലിമിറ്റ് 0 to 1. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ലിമിറ്റ് ഉണ്ട് കേട്ടോ. ലിമിറ്റ് ആദ്യം തന്നെ ശ്രദ്ധിക്കണം. ലിമിറ്റ് ഉള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അതിനാദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ടി ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. ടി ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ. റൂട്ടിനകത്തുള്ള ടേമിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? ടി എന്ന് കൊടുക്കുന്നു. ടി ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ദെൻ ടിന്റെ ടേമിലാണ് നമ്മൾ ഇനി എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ ലിമിറ്റ് 0 to 1 അത് എക്സിന്റെ ടേമിലാണ് കൊടുക്കുന്നത്. സോ ലിമിറ്റും നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. ലിമിറ്റും നമ്മൾ മാറ്റണം. എക്സിന് 0 മുതൽ 1 വരെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ആദ്യം ഇത് എക്സ് ഈക്വൽ ടു 0 ആണ്, ഇത് എക്സ് ഈക്വൽ ടു 1 ആണ് കേട്ടോ. സോ ലിമിറ്റ് മാറ്റുന്ന സമയത്ത് ആദ്യം നമുക്ക് എക്സ് ഈക്വൽ ടു 0, എക്സിന് 0 ആയ ലിമിറ്റ് നമുക്ക് ടിക്ക് എന്ത് വരും? ടി ഈക്വൽ ടു എക്സിന് 0 കൊടുത്ത് എന്ത് വരും? 1 മൈനസ് 0 സ്ക്വയർ എന്ന് വരും. 1 മൈനസ് 0 സ്ക്വയർ എത്രയാണ്? 1 ആണ്. അടുത്തത് എക്സിന്റെ ലിമിറ്റ് 1, എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ടിയുടെ വാല്യൂ എന്ത് വരും? 1 മൈനസ് 1 സ്ക്വയർ, 1 മൈനസ് 1 സ്ക്വയർ, 1 മൈനസ് 1 ഈക്വൽ ടു 0. സോ എക്സിന് 1 കൊടുക്കുന്ന സമയത്ത് ടിയുടെ വാല്യൂ എത്ര വരും? 0. അപ്പൊ നമുക്ക് പുതിയ ലിമിറ്റ് കിട്ടിയില്ലേ? പുതിയ ലിമിറ്റ് എന്താണ്? പുതിയ ലിമിറ്റ് 1 to 0 ആണ്. 1 to 0 ആണ്. ടി വരുന്ന സമയത്തുള്ള ലിമിറ്റ് 1 to 0 ആണ്. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാവുന്നുണ്ടോ? വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ? ദെൻ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനിലോട്ട് കിടക്കുകയാണ്. ടി ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ നമുക്കറിയാം. സോ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താണ്? മൈനസ് 2x ആണ്. മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ മൈനസ് 2x ആണ്. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എക്സ് ഡി എക്സ് ആണുള്ളത്. എക്സ് ഡി എക്സ്. സോ നമുക്ക് ആ ഒരു ഫോർമാറ്റിൽ എഴുതാം. therefore dt divided by minus 2 equal to x dx എഴുതാം. dt by minus 2 equal to x dx നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ചെയ്തത് 1 മൈനസ് എക്സ് സ്ക്വയറിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ലിമിറ്റുകൾ നമ്മൾ മാറ്റിയിട്ട് ടിന്റെ ബേസ് ചെയ്ത ലിമിറ്റുകളിലോട്ട് മാറ്റി. 0 to 1 മാറ്റിയിട്ട് 1 to 0 മാറ്റി. എങ്ങനെയാണ്? നമുക്കറിയാം ടി ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എക്സിന് 0 കൊടുത്താൽ ടിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. എക്സിന് 1 കൊടുത്താൽ ടിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. സോ ആ ലിമിറ്റ് നമ്മൾ എടുത്ത് എഴുതി. അതിനുശേഷം നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എക്സ് ഡി എക്സിന് ഡി ടി ബൈ മൈനസ് 2 കിട്ടി. ഇതെല്ലാം എടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ നമ്മുടെ ആൻസർ എങ്ങനെ വരും? ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 0 എക്സ് ഡി എക്സിന് പകരം എന്താ കിട്ടിയത്? ഡി ടി ബൈ മൈനസ് 2 ആണ്. സോ അവിടെ നിൽക്കട്ടെ. സോ റൂട്ട് ടി ഡി ടി ഡിവൈഡഡ് ബൈ മൈനസ് 2 എന്ന് വരും. റൂട്ട് ടി ഡി ടി ബൈ മൈനസ് 2 എന്ന് വരും. സോ ഈ 1 ബൈ മൈനസ് 2 ഞാൻ പുറത്തെടുക്കട്ടെ. സോ മൈനസ് 1 ബൈ 2 ആയിട്ട് തന്നെ പുറത്തെടുക്കുന്നു. 1 to 0 റൂട്ട് ടി ഡി ടി എന്ന് വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. മൈനസ് 1 ബൈ 2 ഞാൻ പുറത്തെടുത്തു. 1 to 0 റൂട്ട് ടി ഡി ടി. റൂട്ട് ടിന്റെ ഇന്റഗ്രൽ എന്താണ്? റൂട്ട് ടിയിൽ നമുക്ക് എങ്ങനെ എഴുതാം? ടി പവർ ഓഫ് 1 ബൈ 2 ആയിട്ട് എഴുതാം. റൂട്ട് ടി എങ്ങനെ എഴുതാം? ടി പവർ ഓഫ് 1 ബൈ 2 ആയിട്ട് എഴുതാം. നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാലോ? ഈക്വൽ ടു മൈനസ് 1 ബൈ 2 ഇന്റഗ്രൽ 1 to 0 ടി പവർ ഓഫ് 1 ബൈ 2 ഡി ടി എന്ന് എഴുതാം. ടി പവർ ഓഫ് 1 ബൈ 2 ഡി ടി എന്ന് എഴുതാം. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാലോ? ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ടി പവർ ഓഫ് 1 ബൈ 2 ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ ഓഫ് ടി പവർ ഓഫ് 1 ബൈ 2 ഈക്വൽ ടു ടി പവർ ഓഫ് 3 ബൈ 2 ഡിവൈഡഡ് ബൈ 3 ബൈ 2. എങ്ങനെയാണ് 3 ബൈ 2 കിട്ടിയത്? 1 by 2 plus 1 divided by 1 by 2 plus 1 ആണ്. t power of 1 by 2 plus 1 divided by 1 by 2 plus 1 ആണ്. So t power of 3 by 2 by 3 by 2 എന്ന് വരും. Equal to minus 1 by 2 integral. Integral വേണ്ട, കാരണം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ആ വാല്യൂസ് കിട്ടുക. So integral മാറ്റി സ്ക്വയർ ബ്രാക്കറ്റ് ആക്കി. t power of 3 by 2 divided by 3 by 2. ലിമിറ്റ് എത്രയാണ്? 1 to 0 ആണ് നമ്മുടെ ലിമിറ്റ്. ലിമിറ്റ് മറക്കരുത്. ലിമിറ്റ് 1 to 0 ആണ്. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ താഴെയുള്ള ടേമിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം. ഈക്വൽ ടു മൈനസ് 1 by 2 ഇൻറ്റു 2 by 3. ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അതിന് മുമ്പ് ഇത് സിമ്പിൾ ആയിട്ട് ഒന്ന് എഴുതാം. ടി പവർ ഓഫ് 3 by 2 ലിമിറ്റ് 1 to 0. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ ക്യാൻസൽ ചെയ്യാലോ. ഈക്വൽ ടു മൈനസ് 1 by 3 ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ഏത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക? അപ്പർ ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യുക. സോ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0 പവർ ഓഫ് 3 by 2 മൈനസ് 1 power of 3 by 2 എന്ന് വരും. 0 power of 3 by 2 minus 1 power of 3 by 2 എന്ന് വരും. Equal to minus 1 by 3. 0 power of 3 by 2 എത്രയാണ്? 0 തന്നെയാണ്. So 0 minus 1 power of anything എന്താണ്? 1 തന്നെയാണ്. So 1. 0 minus 1. So answer എന്ത് വരും? Minus 1 എന്ന് വരും. Equal to minus 1 by 3 into minus 1 എന്ന് വരും. Equal to answer
1/3 എന്ന് വരും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എങ്ങനെയാണ് ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയാൽ എവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ടോപ്പിക്കിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അതേ മെത്തേഡിൽ തന്നെയാണ്, ചെറിയ ഡിഫറൻസ് ഒക്കെ ഉള്ളൂ. സോ ക്വസ്റ്റ്യൻ 0 to 1 ഇന്റഗ്രൽ 0 to 1 x e power of x square dx, ഇതാണ് നമ്മുടെ ചോദ്യം. സോ ഇതിനകത്ത് എങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യാം, അതുപോലെ തന്നെ ആ ഫോർമാറ്റിലോട്ട് എങ്ങനെ മാറ്റാം. ആദ്യത്തെ ഇനീഷ്യൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ എക്സ് സ്ക്വയറിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, ടി എന്ന് കൊടുക്കുന്നു. സോ ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് മാറ്റാം. സോ ആദ്യം ഇവിടെയുള്ള ലിമിറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ്. സോ എക്സ് ഈക്വൽ ടു 0. സോ എക്സിന് 0 കൊടുത്താൽ ടിന്റെ വാല്യൂ എത്രയാണ്, ടിയും 0 തന്നെ വരും. സോ ടി ഈക്വൽ ടു 0. അടുത്തത് എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1. എക്സിന് 1 കൊടുത്താൽ ടിന്റെ വാല്യൂ എന്താണ്, ടിക്കും 1 തന്നെ കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിൽ എക്സിന് 0 കൊടുത്താൽ ടിയുടെ വാല്യൂ എന്ത് വരും, ടിക്കും 0 കിട്ടി. എക്സിന് 1 കൊടുത്താൽ ടിയുടെ വാല്യൂ ടിക്കും 1 കിട്ടി. സോ ലിമിറ്റിൽ നമുക്ക് എന്ത് വേണ്ട, മാറ്റങ്ങളൊന്നും വേണ്ട. ലിമിറ്റ് അതുപോലെ തന്നെയാണ് 0 to 1. ലിമിറ്റിൽ ഒരു മാറ്റവും വേണ്ട. കാരണം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ലിമിറ്റിൽ മാറ്റം വേണ്ട. ദെൻ നമുക്ക് ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാമല്ലോ. dt by dx equal to 2x എന്ന് വരും. dt by dx equal to 2x. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇവിടെ x dx ആണുള്ളത്. സോ അത് മാത്രം നിർത്താം. സോ dt by 2 equal to x dx എന്ന് കിട്ടി. x dx നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, dt by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെയുള്ള x dx ന് പകരം dt by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ e power of t dt divided by 2 എന്ന് കിട്ടി. e power of t dt by 2 എന്ന് കിട്ടി. 1/2 പുറത്തെടുക്കാലോ. സോ 1/2 പുറത്തെടുത്തു. ഇന്റഗ്രൽ ഓഫ് 0 to 1 e power of t dt. ഇന്റഗ്രൽ 0 to 1 e power of t dt. e power of t ന്റെ ഇന്റഗ്രൽ എന്താണ്, ഇന്റഗ്രൽ ഓഫ് e power of t എന്ന് പറഞ്ഞാൽ e power of t തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം 1/2 ഇന്റഗ്രേഷൻ മാറ്റിയിട്ട് e power of t ലിമിറ്റ് 0 to 1. ലിമിറ്റ് 0 to 1. വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ആദ്യം ഏത് ലിമിറ്റ് ആണ്, ആദ്യം അപ്പർ ലിമിറ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അപ്പർ ലിമിറ്റ് ആണ്. സോ എന്ത് വരും, 1/2 ഇന്റഗ്രൽ അല്ല 1/2 സ്ക്വയർ ബ്രാക്കറ്റിൽ e power of 1 മൈനസ് e power of 0 എന്ന് വരും. e power of 1 മൈനസ് e power of 0 എന്ന് വരും. നമുക്കറിയാം e power of 1 എന്താണ്, e ആണ്. e power of 1 എന്ന് പറഞ്ഞാൽ e ആണ്. സോ 1/2 e മൈനസ് e power of 0 എത്രയാണ് അറിയണം. e power of 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 മൈനസ് e മൈനസ് 1 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി അറിയണം. അതായത് e power of 0ക്ക് 1 ആണ്, e power of 1 എന്ന് പറഞ്ഞാൽ e ആണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയണം. പിന്നെ ലിമിറ്റ് ഇവിടെ മാറ്റുമ്പോൾ ഇവിടെ ലിമിറ്റ് മാറുന്നില്ല എന്നുകൊണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കരുത്. ലിമിറ്റ് ചില കണ്ടീഷൻസിൽ മാത്രമേ മാറുകയുള്ളൂ, ബാക്കിയുള്ള കണ്ടീഷൻസിൽ അതേപോലെ തന്നെ ഇരിക്കും. കാരണം ഇതിനകത്ത് നമ്മൾ എക്സിന് വാല്യൂ എന്ത് കൊടുക്കുമ്പോൾ, എക്സിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ടിക്ക് എന്ത് വരുന്നു, അതാണ് നമ്മുടെ പുതിയ ലിമിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ടിക്ക് ഒരു മാറ്റവും വരുന്നില്ല. സോ അതേ ലിമിറ്റിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സോ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ടൈപ്സ് എല്ലാം, അതായത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ള ടൈപ്പ് എല്ലാം നമ്മൾ സോൾവ് ചെയ്തു. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാവകാശമുള്ളൂ, അല്ലെങ്കിൽ സമയമുള്ളൂ. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോ അതെല്ലാം വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, ഏതെങ്കിലും പെർട്ടിക്കുലർ ചോദ്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്. സോ അതിനകത്ത് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കമന്റ് ചെയ്താലും നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. Okay, thank you so much for watching this video.